ഇറാൻ എന്ന രാജ്യം ഇല്ലാത്ത ഒരു ഭൂപടം കാണും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. വെറുതെ പ്രതീക്ഷിച്ചതാ, അല്ലാതെ ഇവരൊന്നും വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല. ചുമ്മാ വിചാരിച്ചു. കാരണം ഒരു സിവിലൈസേഷൻ മുഴുവൻ ഞാൻ തീർത്ത് കളയുമിടാം എന്നാണ് ട്രംപ് പറഞ്ഞത്. ട്രംപ് പറഞ്ഞ സമയം ഇന്നലെ വെളുപ്പിന് 5:30 തീർന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. വെടികൊണ്ട് തീർത്ത് കളയുമെന്ന് പറഞ്ഞ ആള് വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ആകെ കൂടെ ആന്റി ക്ലൈമാക്സ് ആയിപ്പോയല്ല. ട്രംപ് അതിന് കാരണം പറഞ്ഞത്, എൻ്റെ ഡിമാൻഡ് എല്ലാം തന്നെ ഇറാൻ അംഗീകരിച്ചു. 15 പോയിന്റ് ഡിമാൻഡ് ഉണ്ടായിരുന്നു എൻ്റെ, അത് മുഴുവൻ ഇറാൻ സമ്മതിച്ചു. ഇറാന്റെ 10 പോയിന്റ് ഡിമാൻഡ് ഉണ്ടായിരുന്നു, അത് ഞാനും സമ്മതിച്ചു. ഓ, അപ്പൊ പിന്നെ ശരി, 10 സമ്മതിച്ചു, 15 സമ്മതിച്ചു, 15 10 25 രണ്ടുപേരും സമ്മതിച്ചു. ഈ ഡിമാൻഡ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് വലിയ തമാശ. ഇറാൻ പറയുന്നത്, എന്നെ ആരും ആക്രമിക്കരുത്. അത് അമേരിക്ക സമ്മതിച്ചു, ശരി തന്നെ, ആക്രമിക്കുന്നില്ല, ഞാനൊരു 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. അത് കഴിഞ്ഞ് ഇറാൻ പറഞ്ഞു, എനിക്ക് വന്ന നാശനഷ്ടത്തിനെല്ലാം കോമ്പൻസേഷൻ തരണം. ട്രംപ് പറഞ്ഞു, സന്തോഷം, അതിനെന്താ, കോമ്പൻസേഷൻ്റെ കോൺട്രാക്റ്റ് അമേരിക്കയ്ക്ക് തരണം. കോമ്പൻസേഷൻ, തൻ്റെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയ കെട്ടിടങ്ങൾ മുഴുവൻ 13,000 സ്ഥലമാണ് നശിച്ചിരിക്കുന്നത് ഇറാന്. ഇറാൻ പറഞ്ഞു, എൻ്റെ കെട്ടിടവും റോഡും സംഗതിയും പാലും ഒക്കെ എനിക്ക് കെട്ടിത്തരണം. കെട്ടിത്തരാമെന്ന് ഞാനല്ലേ പറയുന്നത്, അതിൻ്റെ കോൺട്രാക്റ്റിങ് ഇട്. കോൺട്രാക്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കാശ് കൊടുക്കണ്ടേ? ഈ കോൺട്രാക്റ്റ് എടുക്കുന്നതാരാ? ജൂതന്മാരും മുതലാളിമാരും. ഇസ്രായേലിൻ്റെ കയ്യിലേക്കാണ് ഈ കാശ് ചെല്ലാൻ പോകുന്നത്. ഇസ്രായേൽ നല്ല കാശുണ്ടാക്കും, ഇവിടെ സമാധാനം എന്ന് പറയുകയും ചെയ്യും. ഇത് എല്ലാ കാശും ഒരുമിച്ച് വേണ്ട കേട്ടോ. ട്രംപ് ഒരളവ് ചെയ്തു. താനൊരു കാര്യം ചെയ്യും, ആ ഹോർമൂസ് കടലിടുക്കില്ലേ, അതിലൊരു ടോള് വെച്ച് പിരിക്കുക. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് പിരിക്കാം. അമേരിക്കയും ഇറാനും ചേർന്ന് നല്ല കാശുണ്ടാക്കാം. $2 മില്യൺ മറ്റോ ഒരു കപ്പലിനെ അവർ ചാർജ് ചെയ്യാനായിട്ട് ആലോചിക്കുന്നു. ആ കാശ് ഇറാൻ്റെ റീകൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിച്ചു. പകുതി കാശ് ഞാൻ കൊണ്ടുപോകും, പകുതി കാശ് വെച്ച് താൻ റീകൺസ്ട്രക്ഷൻ ഉപയോഗിച്ചു, ബാക്കി മുഴുവൻ കാശ് എനിക്ക് തന്നാലും ഞാൻ റീകൺസ്ട്രക്ഷൻ ഉണ്ടാക്കിത്തരാം. ഇത് ഇറാൻ സമ്മതിച്ചു എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് ട്രംപ് നശിപ്പിച്ച പാലം ട്രംപ് തന്നെ പണിഞ്ഞു കൊടുക്കും, അതിന് കാശ് വേറെ കൊടുക്കണം. ഇനി ട്രംപ് ബോംബിട്ടതിന് കാശ് വേറെ കൊടുക്കേണ്ടി വരുമെന്ന് അറിയാൻ പറ്റില്ല. കാരണം പാലം പൊളിച്ചത് ഞാനാണല്ലോ, അതുകൊണ്ടാണല്ലോ അത് രണ്ടാമത് പണിയേണ്ടി വരുന്നത്. അപ്പോൾ പൊളിച്ചതിന് കാശ് എനിക്ക് കിട്ടണം, രണ്ടാമത് പണിയുന്നതിന് കാശ് കിട്ടണം. ഇതാണ് അമേരിക്കക്കാരൻ്റെ വിദ്യ. ഇത് ഇറാൻ സമ്മതിച്ചു എന്നാണ് ട്രംപ് ഒരു മടിയുമില്ലാതെ തട്ടിവിടുന്നത്. ഇറാൻ ആണെങ്കിൽ പറയുന്നതോ, ഞങ്ങൾ ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കുന്നതിന് ആരും തടസ്സപ്പെടുത്താൻ പാടില്ല. ഓ, ട്രംപ് മിണ്ടുന്നില്ല. ട്രംപ് പറഞ്ഞു, അവരുടെ ന്യൂക്ലിയർ ആയുധങ്ങൾ മോണിറ്റർ ചെയ്യാൻ സാറ്റലൈറ്റ് വഴി ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ശരി, സാറ്റലൈറ്റ് വഴി താൻ മോണിറ്റർ ചെയ്യും. ഇവർ ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കുന്നതിന് നിങ്ങൾ തടസ്സം നിൽക്കുമോ ഇല്ലയോ അത് പറയണ്ടേ? അത് പറയുന്നില്ല. ഞാൻ മോണിറ്റർ ചെയ്യും. മോണിറ്റർ ഇപ്പോൾ ആർക്കാ ചെയ്യാൻ മേലാത്ത? ഒരു സാറ്റലൈറ്റ് ആകാശത്ത് വിട്ട് കഴിഞ്ഞാൽ ആരെവിടെ എന്ത് ചെയ്തെന്ന് ആർക്കും നോക്കാം, അതിനൊന്നും തടസ്സമൊന്നുമില്ല. അപ്പം മോണിറ്ററിങ് വലിയ കഥയൊന്നുമല്ല. ഇത് നിങ്ങൾ തടയുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ട്രംപിന് മറുപടിയില്ല. രണ്ടുപേരും തരികട കളിക്കുകയാണ്, ഇറാനും അതെ, ട്രംപും അതെ. ഏതായാലും ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ഹോർമൂസ് കടലിടുക്ക് തുറന്നു തരാം, പക്ഷേ ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട്. അത് കാശാകാം, അല്ലെങ്കിൽ നെല്ലായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. പഴയ കാലത്ത് നെല്ല്, തേങ്ങ, പുന്നയ്ക്കൊക്കെ കടയിൽ കൊടുക്കുമായിരുന്നില്ല. എന്നിട്ട് അതിനാണ് തേയില, ഉപ്പൊക്കെ മേടിക്കുന്നത്. അതുപോലെ നമ്മുടെ കപ്പൽ ഹോർമൂസ് കടലിടുക്കിൽ കൂടെ കൊണ്ടുപോകണമെങ്കിൽ ഒരു 2000 പുറം നെല്ല് കൊണ്ടുപോകാം എന്ന് പറയും. നമ്മൾ കൊടുക്കുകയും ചെയ്യും. ഒന്നാമത്
ഒന്നാമത് ഇന്ത്യയാണ് ഇറാന് അരി കൊടുക്കുന്നത്. 70% ഇറാൻ ഇന്ത്യൻ അരി കൊണ്ടാണ് ജീവിക്കുന്നത്. ആ ഈ യുദ്ധം ചെയ്യണം, ബഹളം വയ്ക്കണമെന്നുണ്ടെങ്കിൽ വയറ്റിൽ എന്തെങ്കിലും ചെല്ലണ്ടേ. 70% അരിയും നമ്മളാണ് കൊടുക്കുന്നത്, 30% ഗോതമ്പ് നമ്മളാണ് കൊടുക്കുന്നത്. ഇതാണ് ഇറാൻ്റെ സ്ഥിതി. ഇവർക്കൊക്കെ ശാപ്പാട് കൊടുക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ജോലി, അഥവാ നമ്മുടെ ജോലി. ഈ അടിയും പിടിയും വഴക്കും ഒക്കെ കഴിഞ്ഞിട്ട് ഇവൻ വീട്ടിൽ ചെല്ലുമ്പോൾ പാത്രത്തിൽ പെണ്ണും പിള്ള എന്തെങ്കിലും വിളമ്പണ്ടേ, അതിന് അരി വേണ്ടേ, അത് ഇന്ത്യയിൽ നിന്ന് വേണം. അതുകൊണ്ടാണ് നമ്മളുമായിട്ട് ഇവർ വലിയ തെറ്റൊന്നും തെറ്റാത്ത, അല്ലാതെ അവർ നല്ലവരായതുകൊണ്ടൊന്നുമല്ല. കഞ്ഞൂടി മുട്ടിപ്പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നരേന്ദ്രമോദിയോട് ഇന്ത്യയുടെ കപ്പലാണ് പോട്ടെ പോട്ടെ എന്നൊക്കെ പറയാൻ കാര്യം. ബേസിക്കലി കഞ്ഞുകൂടി മുട്ടിക്കാനുള്ള കഴിവ് ഇന്ത്യക്കുമുണ്ട്. അത്താഴപ്പട്ടിണിയായി പോകും നമ്മൾ അരി കൊടുത്തില്ലെങ്കിൽ. ഇങ്ങനെ ഒരു പ്രശ്നം കിടക്കുന്നു. അപ്പോൾ ഇറാൻ ആണവായുധം ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആർക്കും ഒരു നിശ്ചയമില്ല. ഇറാൻ പറഞ്ഞു, ഞങ്ങൾക്കെതിരായിട്ട് യുണൈറ്റഡ് നേഷൻസിൽ എന്തെല്ലാം പ്രമേയങ്ങൾ വന്നിട്ടുണ്ടോ ആ പ്രമേയങ്ങൾ മുഴുവൻ റദ്ദാക്കണം. ഞങ്ങൾക്കെതിരായിട്ട് IAEA, ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷൻ, അവരെന്തെല്ലാം കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടോ ആ കണ്ടീഷൻസ് എല്ലാം എടുത്തു കളയണം. ഇതൊക്കെയാണ് ഇറാൻ്റെ ആവശ്യം. ഇത് അമേരിക്ക സമ്മതിച്ചു എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇറാൻ സമ്മതിച്ചു എന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. ഈ അവകാശപ്പെടലൊക്കെ അവിടെ നിൽക്കുന്നു. ഇതിനിടയ്ക്കാണ് ഉരുക്കുകൊണ്ടുള്ള ഒരു മനുഷ്യൻ നെതന്യാഹു. പുള്ളി കാര്യമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി. പുള്ളി പറഞ്ഞു, ഇറാനും അമേരിക്കയും തമ്മിൽ സീസ് ഫയർ എത്തി എന്ന് ഞാൻ അറിയുന്നു. അതിനകത്ത് ലെബനൻ പെട്ടിട്ടില്ല. അതുകൊണ്ട് ലെബനനെ ഇനിയും ഞാൻ തല്ലും. ലെബനനിലാണ് ഹിസ്ബുള്ള ഇരിക്കുന്നത്. ലെബനനെ അടിച്ച് അവശനിലയാക്കിയിരിക്കുക ഇപ്പം തന്നെ. അതായത് തെക്കൻ ലെബനൻ അഥവാ വടക്കൻ ഇസ്രായേൽ. ഇത് അടിച്ചു കയറി അവിടെ ഒരു നദിയുണ്ട്, നദിക്കര വരെ എത്തി ഇസ്രായേൽ. എന്നിട്ട് ഇസ്രായേൽ പറഞ്ഞു, ഇപ്പം ഇച്ചിരി സമാധാനമായി, ഇനി ഒരു നദി ഇവിടെ കിടപ്പുണ്ടല്ല, അതുകൊണ്ട് അത് ക്രോസ് ചെയ്തിട്ട് ഹിസ്ബുള്ള ഇപ്പുറത്തേക്ക് വരാനുള്ള സാധ്യത തീരെ കുറവാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന രാജ്യം വടക്കോട്ട് വിസ്താരപ്പെട്ടു വരുന്നു, വലുതായി വലുതായി വരുന്നു ഈ ബഹളത്തിൻ്റെ നടുക്ക്. അപ്പം ഇവർ സീസ് ഫയർ എന്ന് പറഞ്ഞിട്ട് യുദ്ധം നിർത്തി, ഇറാനും നിർത്തി, അമേരിക്കയും നിർത്തി എന്ന് പറഞ്ഞ് നാക്ക് വായിലിടുന്നതിന് മുമ്പ് 10 മിനിറ്റിനകം 100 സ്ഥലത്ത് ലെബനനിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ലെബനീസ് സർക്കാർ പറഞ്ഞു, വംശഹത്യ എന്നൊക്കെ പറയുന്നത് ഇതാണ്. 10 മിനിറ്റിനകം 100 സ്ഥലത്ത് ആക്രമണം നടത്തുക, 254 പേര് ചത്തുപോകുക, 1200 ചില്ലുവാനും പേർക്ക് പരിക്ക് പറ്റുക. ഇതാണ് ഇസ്രായേലിൻ്റെ ആക്രമണം. അപ്പോൾ സാധാരണഗതിയിൽ ആളില്ലാത്ത കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ആളൊഴിഞ്ഞു പോകണമെന്ന് നേരത്തെ അനൗൺസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ഇസ്രായേൽ ആക്രമിക്കുന്നത്. തറവാടികളാണ് ആക്രമിക്കുമ്പോൾ പോലും അവർ മുന്നറിയിപ്പ് കൊടുക്കും, ഇന്ന ബിൽഡിങ് ഞങ്ങൾ ബോംബിട്ട് തീർക്കാൻ പോവുകയാണ്, അവിടെ നിന്ന് മാറിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നറിയിപ്പ് കൊടുത്തിട്ട് ആളൊക്കെ ഇറങ്ങിപ്പോയി കഴിയുമ്പോഴാണ് ബിൽഡിങ് തകർക്കുന്നത്. പക്ഷേ ഇത്തവണ അത് ചെയ്തില്ല. ആളുള്ളപ്പോൾ തന്നെ ബിൽഡിങ് തകർത്തണം. അപ്പോൾ എല്ലാവരും ബഹളമായി, അതെന്ത് പോക്കത്തരാണ്, വെടിനിർത്തലല്ലേ. ഇസ്രായേൽ പറഞ്ഞു, വെടിനിർത്തലിൽ ലെബനനില്ല. അല്ല, അത് ഞങ്ങൾ തമ്മിലെത്തിയ കരാറിലുണ്ട്. നിങ്ങൾ തമ്മിലെത്തിയ കരാറിൽ പലതും കാണും. ഞാൻ 2 കാര്യം പറയും. ലെബനനിൽ ഹിസ്ബുള്ളയുണ്ട്, അവനെ തീർക്കുന്നവരെ ലെബനനെ ഞാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുക. നമ്പർ 2, നിങ്ങൾ എന്ത് കരാറ്, എന്ത് പിണ്ണാക്ക് എവിടെ ഒപ്പിട്ട് കഴിഞ്ഞാലും ശരി, ഇറാൻ ഒരു ന്യൂക്ലിയർ പവർ ആകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. തൽക്കാലം അമേരിക്ക പറഞ്ഞതുകൊണ്ട് ഇറാനെ ഞങ്ങൾ ആക്രമിക്കുന്നില്ല, പക്ഷേ ന്യൂക്ലിയർ പവർ ആകാം എന്നുള്ള ഇറാൻ്റെ മോഹം വേണ്ട എന്ന് തീർത്തു പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ഉരുക്കുകൊണ്ടുള്ള ഒരു മനുഷ്യനാണ് നെതന്യാഹു. ഈ നെതന്യാഹു ചെയ്തത് പോരാന്ന് പറഞ്ഞിട്ടാണ് അവിടുത്തെ പ്രതിപക്ഷം ഒച്ച വയ്ക്കുന്നത്. ഇതൊന്നും പോരാ, നിങ്ങൾ എന്തിനാണ് വെടിനിർത്താൻ പോകുന്നത്, നിങ്ങൾ കയറി അങ്ങ് അടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇസ്രായേലിലെ പ്രതിപക്ഷം നിൽക്കുന്നത്.
പുള്ളി നമ്മുടെ പ്രതിപക്ഷം പോലെയല്ല അവിടുത്തെ പ്രതിപക്ഷം. നമ്മുടെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് പാര വയ്ക്കുന്നവരാണ്. അവരങ്ങനെയല്ല. പ്രധാനമന്ത്രിക്ക് വാശി കയറ്റുന്നവരാണ് ഇസ്രായേലിലെ പ്രതിപക്ഷം. എന്ന് ആയിക്കോട്ടെ, അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇറാൻ എന്ത് ചെയ്തു? ഹോർമൂസ് കടലിടുക്ക് തുറന്നു എന്ന് പറഞ്ഞെങ്കിലും അതിലെ പോയ 2 കപ്പലുകൾക്ക് നേരെ അവർ ഡ്രോൺ ആക്രമണം നടത്തി, മൈൻസ് വെച്ച് പൊട്ടിച്ചു, ആകെ കച്ചറയായി. അപ്പം എന്ത് സംഭവിച്ചു? ഈ 2 കപ്പലും നേരത്തെ ഉണ്ടായിരുന്ന കപ്പലുകളും ഒക്കെ കൂടെ ഹോർമൂസ് കടലിടുക്ക് ഞെരുങ്ങി അതിലെ മറ്റ് കപ്പലുകൾക്ക് പോകാൻ പറ്റാതെയായി. കാരണം ഈ കേടായ കപ്പൽ പകുതി വെള്ളത്തിൽ മുങ്ങി അർദ്ധപ്രാണനൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുക. അതിലൂടെ മറ്റ് കപ്പലുകൾക്ക് പോകാൻ പറ്റുകയില്ലല്ലോ. 1-2 കപ്പൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അടുത്ത കപ്പലുകൾക്ക് ഇങ്ങോട്ട് വരാനോ അങ്ങോട്ട് പോകാനോ ഒക്കെ പറ്റുള്ളൂ. അത്രയും വീതിയല്ലേ ഉള്ളൂ. അപ്പം അതിന് നടുക്ക് ഈ കപ്പലുകൾ കുരുങ്ങിപ്പോയി. ഈ വെടികൊണ്ട പന്നിയെ പോലെ അവശനിലയിൽ അങ്ങനെ കിടക്കുകയാണ്. പകുതി വെള്ളത്തിൽ മുങ്ങി പകുതി മൂക്കും മുകളിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ ചോദിച്ചാൽ പറയും, ഞാൻ ഹോർമൂസ് കടലിടുക്ക് ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും അതിലേ പോകാം. ഇവിടെ പോകാൻ നിർവാഹമില്ലടാ, അവിടെ കപ്പൽ കിടക്കുന്നു, അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളത് വലിച്ചു മാറ്റ്, എന്നിട്ട് പൊക്കോ. ഇതാണ് ഇറാൻ്റെ പരിപാടി. ചുരുക്കി പറഞ്ഞാൽ സീസ് ഫയർ എന്ന് പറയുന്ന വെടിനിർത്തൽ നടപ്പിലായിട്ടില്ല. കാരണം ഇറാൻ ഇപ്പോഴും സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ ഇവരെയൊക്കെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ബഹ്റൈൻ പാവം എന്ത് ചെയ്തു? ബഹ്റൈൻ യുണൈറ്റഡ് നേഷൻസിൽ പോയി പരാതി കൊടുത്തു. ചേട്ടാ, ഇറാൻ കുറേ ദിവസമായി അനാവശ്യമായിട്ട് എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്കും തിരിച്ചാക്രമിക്കാൻ അനുവാദം വേണം. എന്തിനായി യുണൈറ്റഡ് നേഷൻസിൻ്റെ അനുവാദം മനസ്സിലാകുന്നില്ല. അമേരിക്ക ഇറാനെ തല്ലിയത് യുണൈറ്റഡ് നേഷൻസിൻ്റെ അനുവാദം വാങ്ങിയിട്ടാണ്. ഹൂത്തികൾ ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കുമ്പോൾ യുണൈറ്റഡ് നേഷൻസിൽ നിന്ന് അനുവാദം വാങ്ങാറുണ്ടോ? ഒന്നുമില്ല. ആർക്കാരെ തള്ളണമെങ്കിലും കയറി അങ്ങ് തല്ലുകയാണ്. അതാണ് ലോകക്രമം. ബഹ്റൈൻ വളരെ സാധുവാണ്. അവർ പോയിട്ട് UN സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പ്രമേയം കൊണ്ടുവന്നു. സെക്യൂരിറ്റി കൗൺസിൽ 5 പെർമനൻറ്റ് മെമ്പർമാരും 10 നോൺ പെർമനൻറ്റ് മെമ്പർമാരും ഉണ്ട്. നോൺ പെർമനൻ്റ് ആൾക്കാർക്ക് വീറ്റോ പവർ ഇല്ല, പക്ഷെ അവർ മെമ്പർമാരാണ്. അപ്പോൾ അങ്ങനെ ബഹ്റൈൻ പോയിട്ട് തൊഴുതു പറഞ്ഞു, എനിക്കും തിരിച്ചടിക്കാനുള്ള അവകാശം തരണം. അവകാശം അല്ല, തരണം. എന്തവകാശം? അല്ല ചേട്ടാ, തിരിച്ചടിക്കാൻ അല്ല, പറ്റുമെങ്കിൽ അങ്ങനെ പറഞ്ഞു മാറിയിരിക്കാൻ ഞങ്ങൾ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രമേയം പാസ്സാക്കാൻ 10 പേര് തീരുമാനിച്ചു. ഇത് അപ്പോൾ ബഹ്റൈൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ആയുധം ഉപയോഗിച്ച് തിരിച്ചടിക്കാനും ആയുധം ഉപയോഗിച്ച് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് തുറക്കാനും ഉള്ള നടപടി ഉണ്ടാവണമെന്നാണ്. 10 മെമ്പർമാർ ഇതിനെ സമ്മതിച്ചു. വീറ്റോയുള്ള 2 പേര് അത് വീറ്റോ ചെയ്തു. ഒന്ന് ചൈന, ഒന്ന് റഷ്യ. അവർ പറഞ്ഞു അതൊന്നും നടക്കില്ല എന്ന്. അപ്പം ബഹ്റൈൻ്റെ കണ്ണ് തള്ളിപ്പോയി. ചൈനയും റഷ്യയും പാവപ്പെട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ഉള്ളത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ പറഞ്ഞു, ഞാൻ ഈ നാട്ടുകാരനല്ല, ഈ പ്രമേയത്തിൽ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഞാൻ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു രാജ്യം കൂടെ ഏതാണ്ടുണ്ട്, അവരും ഇതുപോലെ പാകിസ്ഥാനെ പോലെ നമ്മളില്ലപ്പാ എന്ന് പറഞ്ഞ് അവരും മാറി. അങ്ങനെ പാവം ബഹ്റൈൻ കണ്ണീരും കൈയുമായിട്ട് യുണൈറ്റഡ് നേഷൻസിൽ നിന്ന് തിരിച്ചു വന്നു. ചോദിക്കാനും പറയാനും ആരുമില്ല, നാഥനില്ലാത്ത അവസ്ഥയായി ബഹ്റൈൻ്റെ. സൗദി അറേബ്യ പറഞ്ഞു, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞു യുണൈറ്റഡ് നേഷൻസിലേക്ക് കെട്ടിയെടുക്കേണ്ട കാര്യമില്ല, എടാ നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം. ഇപ്പോൾ സഹായിക്കാനായിട്ട് ആരുമില്ല, അമേരിക്കയില്ല, ഒന്നുമില്ല. വാസ്തവത്തിൽ റഷ്യയാണ് ഇവരെ സഹായിക്കേണ്ടത്, അല്ലെങ്കിൽ ചൈനയാണ് സഹായിക്കേണ്ടത്. റഷ്യയും ചൈനയും ഇറാൻ്റെ കൂടെ നിൽക്കുകയാണ്. ഇപ്പം കാര്യങ്ങൾ മെല്ലെ തെളിഞ്ഞു വന്നപ്പോൾ ഉണ്ടല്ലോ, അമേരിക്കയുമായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്നുള്ള ആക്രമണത്തിൽ ഇറാന് സകലവിധ ഇൻ്റലിജൻസും ആയുധങ്ങളും കൊടുത്തുകൊണ്ടിരുന്നത് കൂടുതലും റഷ്യയും കുറച്ചൊക്കെ ചൈനയുമാണ് എന്ന് വിവരങ്ങൾ പുറത്തു വന്നു. അതെ, ഞാനാണ് എന്ന് പുടിൻ പറയുകയും ചെയ്തു. പിന്നെ എന്ത് ചെയ്യും? ഞാനാണ്. കാരണം
ഈ GCC രാഷ്ട്രങ്ങളെ നമ്മളുടെ ബഹ്റിൻ, ദുബായ്, കുവൈറ്റ്, ഒമാൻ, സൗദി അറേബ്യ ഇവരെയൊക്കെ ആക്രമിക്കാൻ ടാർഗറ്റുകൾ കൊടുക്കണമല്ലോ. എവിടെ നിന്ന് ഏത് ആംഗിളിൽ മിസൈൽ അയച്ചു കഴിഞ്ഞാൽ ഇതെവിടെ ചെന്ന് വീഴുമെന്നുള്ള ഇൻ്റലിജൻസ് ഇൻപുട്ട് കൊടുക്കണം. ആ ഇൻപുട്ട് റഷ്യയാണ് ഇറാന് കൊടുത്തുകൊണ്ടിരുന്നത്. റഷ്യയുടെ നിന്ന് ഈ ഇൻഫർമേഷൻ വാങ്ങുക, ആ ഡയറക്ഷനിലേക്ക് മിസൈൽ സെറ്റ് ചെയ്യുക, ഛൂ എന്ന് പറഞ്ഞ് വിടുക. ഇത്രയും ഇറാൻ്റെ ജോലിയുള്ളൂ. ഇറാന് തലകൊണ്ട് ആലോചിക്കേണ്ട കാര്യമില്ല. എല്ലാ സെറ്റിങ്ങും മറ്റവരെ അയച്ചു കൊടുക്കും, അതനുസരിച്ച് സെറ്റ് ചെയ്യുക, വിടുക. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പം ചെയ്യുന്നത്. അപ്പം ഇതിങ്ങനെയല്ലേ എന്ന് ചോദിച്ചു പുടിൻ പറഞ്ഞു, അതങ്ങനെയാണ്, അങ്ങനെയാണ്, ഞങ്ങൾ തമ്മിലൊരു കരാറുണ്ട്. റഷ്യയും ഇറാനും തമ്മിൽ പണ്ടൊരു കരാർ ഒപ്പിട്ടിട്ടുണ്ട് പോലും. ആ കരാറിൽ 4-ാം വകുപ്പ് അനുസരിച്ച് റഷ്യ ഇത്തരം സഹായങ്ങൾ ഇറാന് ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പം റഷ്യ പറയുന്നത് ഞങ്ങൾ തമ്മിലൊരു കരാറുണ്ട്, ആ കരാർ ഞങ്ങൾ പാലിക്കുന്നു, മാത്രമേ ഉള്ളൂ. അപ്പം ചൈനയോ? ചൈന ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂട്ടുകാരാണ്. ചൈനയും റഷ്യയും കൂട്ടാണല്ലോ. സത്യം പറഞ്ഞാൽ ചേട്ടനാണ് ചൈന, അനിയനാണ് റഷ്യ പല കാര്യങ്ങളിലും. ഏതായാലും അനിയൻ്റെ പിന്നാലെ ചേട്ടനോ കൂടി പ്രമേയം വീറ്റോ ചെയ്തു. എന്ത് ചെയ്യും? ഇത്രയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ട്രംപിന് ആൾക്കാർ ഉപദേശിച്ചു, ചേട്ടാ ഇതിൽ നിന്ന് പതുക്കെ ഊരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വഷളാവും. ഇവിടെ അത് എങ്ങനെ ഒരു നാണക്കേടാവില്ലേ? നാണക്കേടൊന്നും ആവില്ല. ചേട്ടൻ ചുമ്മാ സോഷ്യൽ മീഡിയയിൽ എഴുതിവിടുക, ഇതൊക്കെ ഇറാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാടാ അത്ര വലിയ നുണ പറയുന്നത്? പിന്നെ ചേട്ടൻ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയെന്ന് കള്ളം പറഞ്ഞില്ലേ? അപ്പോഴൊന്നും ഒരു കുഴപ്പമൊന്നും തോന്നിയില്ല. അല്ല അതുപോലെയാണോ ഇത്, അതുപോലെയാണോ ഇതെന്ന് ചോദിച്ചു. മറ്റതിൽ നമുക്ക് സ്റ്റേക്കൊന്നുമില്ല. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് നമ്മളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മളല്ലെന്ന് വന്നാൽ പോലും നമുക്ക് ദോഷമൊന്നും വരാനില്ല. ഇതങ്ങനെയല്ല, നമ്മുടെ അണ്ടം കയറുന്ന പരിപാടിയാണ്. ഇത് മുതലാവില്ല ഈ യുദ്ധം. അപ്പം എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമല്ലേ? ശരി ചെയ്യാം. അങ്ങനെയാണ് ട്രംപ് ഈ പ്രഖ്യാപനമൊക്കെ നടത്തുന്നത്. നെതന്യാഹുവിനെ വിശ്വാസത്തിൽ എടുത്തില്ല. നെതന്യാഹുവിനോട്ട് അതിൽ പരാതിയുമില്ല. നെതന്യാഹു പറഞ്ഞു, ചേട്ടൻ വിഷമിച്ചെങ്കിൽ ചേട്ടൻ നിർത്തിക്കോ, ഞാൻ നോക്കിക്കോളാം ഈ പണി. ചേട്ടൻ ഇല്ലാത്തപ്പോഴും ഞാൻ തന്നെയാണല്ലോ ഇത് ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ചേട്ടൻ വിശ്രമിക്കും. ഞാൻ ഈ ഹിസ്ബുള്ളയെ വെറുതെ വിടാൻ പോകുന്നില്ല. ഹിസ്ബുള്ള ഹമാസിനെ തൊഴിച്ച് നാശമാക്കിയിട്ടിരിക്കുകയാണ്. ഇനി ഹിസ്ബുള്ളയും കൂടെ തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഹൂത്തി. ഈ മൂന്നിനെയും തീർത്തു കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമുക്ക് ഇറാനെ നോക്കാം. അപ്പം നോക്കിയാൽ മതി ഇറാന്. കാരണം ഇറാൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ ഒരു കാൽക്കുലേഷൻ, ആറ്റം ബോംബ് അത്ര പെട്ടെന്ന് ഇറാന് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അത്രയധികം നാശനഷ്ടങ്ങൾ ഇറാൻ്റെ ഭാഗത്ത് ഇസ്രായേലും അമേരിക്കയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ആഴ്ചത്തെ വെടിനിർത്തൽ കൊണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ല, ഇനി അങ്ങനെ സംഭവിച്ചാൽ തന്നെ വെടിനിർത്തൽ ലംഘിച്ച് പിന്നെ ആക്രമണം തുടരും. ഇത് കവിഞ്ഞുള്ള കേസൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ തരത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാനെ ആക്രമിക്കാൻ പോയിട്ട് ഇറാനും ജയിച്ചു, ഇസ്രായേലും ജയിച്ചു, അമേരിക്ക തോറ്റു, പാവം ഗൾഫ് രാജ്യങ്ങളും തോറ്റു. ബട്ട് ഇതിങ്ങനെ തോറ്റ് അവസാനിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇത് അടുത്ത വൻ യുദ്ധത്തിലേക്ക് പോകും. ഇത് പോകുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ കാര്യം, നമ്മുടെ സർക്കാർ, ഇന്ത്യൻ സർക്കാർ ഒരു വാണിംഗ് ഇഷ്യൂ ചെയ്തു. ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം, ഇമ്മീഡിയറ്റ്ലി. നിങ്ങൾ അവിടെ ഇന്ത്യൻ എംബസിയുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഏതിലേ കൂടെ, ഏത് രാജ്യത്തുകൂടെ നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുമോ ഉടൻ പുറത്ത് കടന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്താൻ ഇന്നലെ അറിയിപ്പ് കൊടുത്തു. അപ്പോൾ നമുക്കാർക്കും അറിഞ്ഞുകൂടാത്ത എന്തോ ഇൻഫർമേഷൻ ഇന്ത്യ ഗവൺമെൻറ്റിനുണ്ട്. എന്തോ വലിയ അപകടം ഇറാനിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പൗരന്മാരുടെ സുരക്ഷിതത്വം നമ്മൾ നോക്കുന്നു. എൻ്റെ അത്ഭുതം ഇപ്പോഴും ഇറാനിൽ ഇന്ത്യക്കാരുണ്ടോ എന്നാണ്. ഇത്രയും ബഹളമൊക്കെ കഴിഞ്ഞിട്ട്, നേരത്തെ 2 മാസം മുമ്പ് തന്നെ നമ്മൾ അവിടെ നിന്ന് പോരടാന്ന് പറഞ്ഞതാണ്, പോരുമില്ലല്ലോ.
നമ്മുടെ ആൾക്കാർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ തന്നെ നിൽക്കും. അവസാനം പ്രാണം പോകുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നരേന്ദ്രമോദിയോട് സ്പെഷ്യൽ ഫ്ലൈറ്റ് ഇട്ട് താടോ എന്നൊക്കെ പറഞ്ഞിട്ട് വരട്ടെ. ഇതാണ് നമ്മുടെ പരിപാടി. എന്തു ആയിക്കോട്ടെ, ഉടൻ തന്നെ എല്ലാവരും തിരിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇറാനിൽ ഒരു സമാധാന പ്രക്രിയ നടന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ഹോർമുസ് കടലിടുക്ക് നേരെ ചൊവ്വെ തുറന്നു എന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ തൽക്കാലം അവർ കടത്തി വിട്ടുകൊണ്ടിരുന്ന കപ്പലുകൾ ഓൾറെഡി നമ്മുടെ ജപ്പാൻ്റെയും സൗത്ത് കൊറിയയുടെയൊക്കെ കപ്പലുകൾ അവർ കടക്കാൻ സമ്മതിച്ചിരുന്നു. അത് നമ്മൾ കടന്നു പോരും. മറ്റേ കപ്പലുകളുടെ തടസ്സം എങ്ങനെയെങ്കിലുമൊക്കെ നീക്കിയിട്ട് നമ്മൾ കാര്യം നടത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും വെടിനിർത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു തട്ടിപ്പായിട്ട് അല്ലെങ്കിൽ ഒരു പറച്ചിൽ മാത്രമായിട്ട് തൽക്കാലം കലാശിച്ചിരിക്കുന്നു. ഹീറോ നെതന്യാഹു തന്നെ. താങ്ക് യു.